ഹലോ, ഗോപാലകൃഷ്ണനോ? കേക്കുന്നില്ല. ഹലോ, കമ്പിളി പതപ്പോ? ഹലോ ഹലോ ചേച്ചി വായോ, ആരാന്ന് മനസ്സിലായോ? നമ്മുടെ റാംജി റാവ് സ്പീക്കിങ്ങിലെ കമ്പിളിപ്പുതപ്പിന് വേണ്ടി ഗോപാലകൃഷ്ണനെ വിളിച്ച ആളാണ് ഈ ഇരിക്കുന്ന ഗോപാലകൃഷ്ണന്റെ മുന്നില്. അന്നതേ കണ്ടില്ലല്ലോ, ഇന്നതേ മുന്നിൽ ഇരിപ്പുണ്ട് ഗോപാലകൃഷ്ണൻ. കമ്പിളിപ്പുതപ്പ് വേണ്ടേ? കമ്പിളിപ്പുതപ്പ് വേണോ ചേച്ചിക്ക്? വേണം വേണം. അല്ല, ഈ അടുത്ത കാലത്ത് ഞാൻ ഇന്ന് കടം വീട്ടിയായിരുന്നു. അത് നല്ല 2 കമ്പിളിപ്പുതപ്പ് ഞാൻ വാങ്ങിച്ചു കൊടുത്ത്. വർഷങ്ങളായിട്ടുള്ള ആ കടം വീട്ടി ഒരുപാട് പേർക്ക് വളരെ സന്തോഷമായി. അതാണ് ചേച്ചി. പടങ്ങളൊക്കെ കാണാറുണ്ടോ? മുകേഷ് ഏട്ടന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ആ ചെറുപ്പകാലത്തെ 20 21 ഒക്കെ വയസ്സൊക്കെ ഉള്ളപ്പോൾ ആ സിനിമ മുതലേ മുഴുവൻ കാണുന്ന വ്യക്തിയാണ് ഞാൻ. എല്ലാ നല്ല കോമഡിയും നല്ല ആക്ഷനും എല്ലാം ഉണ്ട്. അതായത് വർഷങ്ങളായി അറിയാവുന്ന ഒരു കൊച്ചു പയ്യനാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അല്ല, എത്ര വയസ്സുണ്ട്? 85. 85 വയസ്സുണ്ട്. പക്ഷെ ഡാൻസ് കളിക്കുന്ന കണ്ടാൽ ആണല്ലേ? ഞെട്ടിപ്പോവും. അല്ല, എങ്ങനെ ഈ റാംജി റാവിലോട്ട് ആരാ കൊണ്ടെത്തിക്കുന്നത്? എങ്ങനെ എത്തിയത് സിനിമയില്? അതിലെ ഡാൻസിൻ്റെ ഒരു 1000 കീനാക്കൾ ആ പാട്ടില്ലേ, ആ പാട്ടിൻ്റെ ഡാൻസ് ചെയ്ത മുഴുവൻ എൻ്റെ ശിഷ്യരും എൻ്റെ മക്കളുമാണ്. ഡാൻസ് സ്കൂളുണ്ട് ആലപ്പുഴയില്. അവരാണ് ഡാൻസ് ചെയ്തത്. അപ്പൊ മെയിൻലാൻഡ് സ്റ്റുഡിയോ വെച്ചായിരുന്നു എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടെല്ലാം പാക്കപ്പ് ആയപ്പം പിന്നെ സിദ്ദിഖ് സാർ വന്ന് പറഞ്ഞു, ചേച്ചി ഇതിനകത്തൊരു ചെറിയ റോളുണ്ട്, ഒരു മേറ്ററിനായിട്ടാണെന്ന് പറഞ്ഞു, ചേച്ചി ചെയ്യണം. ഞാൻ പറഞ്ഞു അയ്യോ പിന്നെന്താ ചെയ്യാം. പക്ഷെ ഒരു കാര്യം, സിനിമ വരുമ്പം ആ സീൻ ഉണ്ടായിരിക്കണം. കാരണം വെട്ടിക്കളയുന്നത് നമ്മളെയൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ അത് വെച്ചോണ്ട് പറഞ്ഞ അങ്ങനെ അല്ല. പക്ഷെ അന്ന് അദ്ദേഹം വിചാരിച്ചില്ല ഈ 35 വർഷമായിട്ട് ഈ കമ്പിളിപ്പതപ്പ് ഇങ്ങനെ മലയാള ഭാഷയുടെ ഒരു ഭാഗമായി മാറി, മലയാള സാഹിത്യത്തിന്റെ ഒരു ഭാഗമായി മാറി. ഈ റാംജി റാവു കണ്ടിട്ടില്ലാത്തവരും ഈ സീൻ കണ്ടിട്ടില്ലാത്തവര് പോലും എന്തെങ്കിലും വരുവാണെങ്കിൽ കേൾക്കാൻ വയ്യാന്നൊരു വാക്ക് പറഞ്ഞ കമ്പിളിപ്പതപ്പ് എനിക്ക്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് ചിലയിടത്ത്, മറ്റേ പടം കണ്ടത്, ഏത് പടം? റാംജി റാവു കണ്ടിട്ടല്ലേ ഇത് പറഞ്ഞ? ഇല്ലല്ല, ഇതെല്ലാരും പറയുന്നത്. അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ ഭാഷയ്ക്ക്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു ജനറേഷൻ പോലും അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ചേച്ചി, ആ ഡയലോഗ് പീസ് ഒന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഒന്ന് ഗോപാലകൃഷ്ണൻ ദേ ഇവിടെ ഇരിക്കുകയാണ്, ഒന്ന് വെറുതെ. ഹലോ ഹലോ, ആരാ? ഞാൻ ഗോപാലകൃഷ്ണ, കൽക്കട്ടയിൽ വിളിക്കുക. ഗോപാലകൃഷ്ണനോ? ഗോപാലകൃഷ്ണ, കൽക്കട്ടയിൽ നിന്ന് പോരുമ്പോഴേ എനിക്ക് കുറച്ച് കമ്പിളിപ്പതപ്പ് കൊണ്ടുവരാമോ? എന്താ? എനിക്ക് കുറച്ച് കമ്പിളിപ്പതപ്പ് കൊണ്ടുവരാമോന്ന്. ഹലോ ഹലോ ഹലോ, ഗോപാലകൃഷ്ണ, കൽക്കട്ടയിൽ നിന്ന് പോരുമ്പോഴേ കുറച്ച് കമ്പിളിപ്പതപ്പ് കൊണ്ടുവരാമോന്ന്. കേക്കാൻ വയ്യ. ഹലോ, കേക്കാൻ വയ്യ. ഗോപാലകൃഷ്ണ, കൽക്കട്ടയിൽ നിന്ന് പോരുമ്പോഴേ കുറച്ച് കമ്പിളിപ്പതപ്പ് കൊണ്ടുവരാമോ? ഹലോ, കേക്കാൻ വയ്യ. കേക്കാൻ വയ്യേ? കമ്പിളിപ്പതപ്പ്. ഹലോ, കേക്കാൻ വയ്യ. എന്റെ അമ്മോ, എന്തൊരു എപ്പിക് സീനായിരുന്നു. അയ്യോ, അമ്മയുടെ എനർജിക്ക് മുന്നിൽ ഒന്നും പറയാൻ വയ്യ. കാരണം അമ്മ ഇവിടെ വന്ന് ഇരുന്നപ്പോഴേ ഇപ്പൊ ഹെയർ കട്ടൊക്കെ മാറിയെങ്കിലും നമുക്ക് കമ്പിളിപ്പുതപ്പായിട്ട് ആ ഒരു സീൻ എന്നെ മനസ്സിലായിരുന്നു. സോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 സ്റ്റെപ്പ് കൂടെ ചെയ്തിട്ട് മുദ്ര എന്തെങ്കിലും എനിക്ക് മുകേഷ് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊന്ന് മുദ്രയിൽ എന്തെങ്കിലും കാണിച്ചാൽ മതി. എനിക്ക് ഈ മോനെ ഏറ്റവും ഇഷ്ടമുണ്ട്. എല്ലാ സിനിമകളും ഞാൻ കാണാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. താങ്ക് യു സോ മച്ച്.